ഇവിടുന്ന് ഇട്ടേക്കുന്നത് ഇവിടുന്ന്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വാള ചോദ്യക്കാരുടെ ബഹളമാണ് കേട്ടോ. നമ്മൾ ഇന്നലെ വലയിട്ടിട്ടുണ്ടായിരുന്നു. മഴയൊന്നുമില്ലാത്ത കാരണം എന്തുമാത്രം മീൻ കിട്ടും എന്നതിനെ സംബന്ധിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമ്മളിത് രാവിലെ വലിക്കാൻ പോവാം. ഞാനുമുണ്ട്, ജിതിനുമുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് മലമുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത്. നല്ല പ്രകൃതിയായിരുന്ന മലയും കാണാമായിരുന്നു. ഹവാലേനോ ഇതിൻ്റെ മേളിൽ കയറി കിടക്കുവാണ്. ഊരുന്നുണ്ടോ? പിന്നെ എന്തിനാ ഞാത്തിടുന്നല്ലേ, വലിച്ചു വെച്ചാൽ മതിയല്ലോ അല്ലേ? കരി പോലത്തെ ചെറുക്കിന്. കഷ്ടി 2 കിലോ. പിന്നിപ്പോൾ വെള്ളത്തിലോട്ട് പോയാൽ പിന്നെ തപ്പിയെടുക്കാൻ പാടാം. അപ്പോൾ പറയും സുഹൃത്തുക്കളത് ഇന്ന് കിട്ടിയത് വല വലിച്ച് കഴിഞ്ഞിട്ടില്ല. ഇത്രയും വല വലിച്ചിട്ട് കിട്ടിയതൊരു ജെർമി മാത്രമാണ്. ജെർമി കിട്ടിയല്ലോ അല്ലേ? അവിടെ സൈഡിൽ കൂടെ ചേർത്ത് വല താന്ന് നടന്നപ്പോഴേ തോന്നി. കമ്പി കടി കൂടെ അവിടെ മറ്റേ സാധനങ്ങളുണ്ട്. ആ മതി മതി. അല്ല ഇവിടെ പിടിച്ചിട്ടേന്ന്. നമ്മുടെ ഫോണിൽ കിട്ടണോ ഇരിക്കുന്നത്? ഒരു വാള തിരിഞ്ഞു പോയ വാള ഇവിടെ തന്നെ നടത്തുന്നു. ദേവശേഖർ ഫുള്ള് പറയുന്നതിനാണെന്നറിയോ? ചൊട്ട വാള വരെ മുട്ടയാന്നാണ്. ഇത് വല വീണ് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിത് വീർക്കും. അല്ലാതെ എല്ലാ വാളയും മുട്ടയും.
പിടിച്ച് കീറുകയും ചെയ്യും. ഇത് കഴിച്ചിരിക്കുന്ന മീൻ, അതായത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന വയമ്പ്, കുറുവ, തൂളി പോലുള്ള മീനുകളാണ്. അതിൻ്റെയും കാലകരണപ്പെടും അല്ലേ? നല്ല വീർത്ത് ചെയ്യുന്ന വെള്ളമുണ്ട്. ഇത് മീനാ, പിടിച്ചു നോക്കുമ്പോൾ അറിയാം, വയമ്പ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വല മൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ മീനൊന്നും കിട്ടിയില്ല. കാരണം രാത്രി മഴയില്ലായിരുന്നു. മഴയുള്ളപ്പോഴാണ് നമുക്ക് ഇതിൽ മീൻ കിട്ടുന്നത്. അവിടെ മീനൊക്കെ നമുക്ക് കിട്ടും. മറിയുന്നുണ്ടല്ലോ ഭാഗത്ത്. പുറകിലെ പോരാ, പുറകിലെ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിന്ന് കിട്ടിയ മീനാണിത്. ഒരു ഏകദേശം ഒരു 1.5 കിലോ ഉള്ളൊരു വാള, 2 കിലോ ഉള്ളൊരു ചിക്കമീൻ. പോടാ, മീൻ കുറവായതുകൊണ്ടാണോ തുഴയ്ക്ക് ഇച്ചിരി കനക്കുറവ്? അയ്യോ, ഇവിടെ നിന്ന് ഇരിക്കണം, സീറ്റായില്ല. അങ്ങൊരു സംഭവം കാണിച്ചു തരാവേ. അങ്ങൊരു വെള്ളം കിടക്കുന്നുണ്ടോ? അത് നമ്മുടെ പാടത്ത് വെള്ളം കിട്ടാത്ത ചില കണ്ടങ്ങളുണ്ടാവും. ആ വെള്ളം കിട്ടാത്ത കണ്ടങ്ങളുടെ ഉടമകൾ പാടത്ത് വെള്ളം കയറും. ആ പാടത്തെ ചെളി, അതായത് കട്ട, ആൾക്കാരെ കൊണ്ട് കുത്തിച്ച് കരക്കിറക്കിക്കും. അപ്പോൾ ഇങ്ങനെ കട്ട കുത്തുന്ന ആൾക്കാർ ഇവരോട് വന്ന് ചോദിക്കും, കട്ട കുത്തിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു വള്ളം കട്ടയ്ക്ക് ഇത്ര രൂപ എന്ന നിരക്കിൽ അവർ പാടക്കാർക്ക് കൊടുക്കണം. വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അതായത് വിതയ്ക്ക് പറ്റി വരുന്ന സമയത്ത് ആ കണ്ടം വെട്ടി നിരത്തി കൊടുക്കുകയും വേണം. അപ്പോൾ ആ വള്ളത്തിന് ചെളി നമ്മുടെ പറമ്പുകളിൽ ഇറക്കണമെങ്കിൽ ഏകദേശം 3000 രൂപയാണ് വില. ഞങ്ങളുടെ പറമ്പൊക്കെ ഉയർത്തിയത് അത്തരം കട്ടകൾ കൊണ്ടാണ്. വേറൊരു ഗുണമുണ്ട്, നല്ല ഉറപ്പുള്ള മണ്ണായിരിക്കും അത്. അപ്പോൾ വലയടിയിൽ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ വീടിൻ്റെ അവിടേക്ക് അടുക്കുകയാണ്. വെള്ളം ഇത്തിരിച്ചിരിച്ചായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ പുരയിടത്തിലേക്ക് കയറിയില്ല എന്ന് പറഞ്ഞാണ് ഇപ്പം വെള്ളം നിൽക്കുന്ന കണ്ടീഷൻ. സാധാരണ കൊയ്ത്ത് കഴിയുമ്പോൾ ഈ കുരുവികളുടെയൊക്കെ പ്രജനനകാലം കഴിയുന്നതാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ തെങ്ങുകളിലൊക്കെ ഇഷ്ടംപോലെ കുരുവികളുണ്ട്. ഒരാൾ തേങ്ങ പൊതിക്കുന്നുണ്ട്. നല്ല വെള്ളം ഇവിടം വരെയായി. ആ, വലയിൽ കൊടുക്കുന്നു. പോകുന്നില്ലേ? മീൻ കണ്ടിട്ട് തിരിച്ചു വന്നാണോ? ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ കൂടെയുള്ള അധ്വാനത്തിന്റെ ഫലമാണ് ചേർമീനും വാളയും. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നതെങ്കിൽ
ദയവേത് ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നമ്മൾ ടാറ്റ ബൈ ബൈ. ഇത്രയും പറയിപ്പിച്ച നമ്മളുടെ ബുദ്ധിമുട്ട് കൂടെ നിങ്ങൾ കണക്കിലെടുക്കണം.